നഹ്യസ്തി അവിദ്യാ മനസോതിരിക്ത മനോഹി അവിദ്യാ ഭവബന്ധ ഹേതു തസ്മിൻ വിനഷ്ടേ സകലം വിനഷ്ടം വിജൃംഭിതേസ്മിൻ സകലം വിജൃംഭത്തെ. ഇതൊക്കെ വേണ്ട വിധത്തിൽ ഒരു ആചാര്യന്റെ അടുത്തിൽ പരമഭക്തിയോട് ആദരവോടുകൂടെ ഇരുന്ന് കേട്ട് നല്ലവണ്ണം ശ്രദ്ധിച്ച് തെളിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സ്വാനുഭൂതി സിദ്ധിക്കും. നമുക്ക് സ്വാനുഭൂതി സിദ്ധിക്കാനാണ് ഈ വേദാന്തം. അല്ലാതെ ലോകത്തിൽ ഒരു ഫിലോസഫി ആയിട്ട് പറയാനോ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് വിഷമുണ്ടാക്കാനോ ഉള്ളതല്ല. ഇതൊക്കെ തന്നെ സ്വാനുഭൂതിക്കാണ്. പതുക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണാം അനുഭവം പ്രതീതി എന്ന് രണ്ടെണ്ണം. ഇപ്പൊ നിങ്ങളെയൊക്കെ ഞാൻ കാണുന്നു, അത് പ്രതീതിയാണ്, അനുഭവമല്ല. കണ്ണടച്ചാൽ നിങ്ങൾ എണീറ്റ് പോയാൽ എനിക്കറിയില്ല. നിങ്ങൾ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഒന്നിൽ കാണണം, അല്ലെങ്കിൽ നിങ്ങളെ കേൾക്കണം, നിങ്ങളുടെ ശബ്ദം, അല്ലെങ്കിൽ തൊട്ടു നോക്കണം, എന്തെങ്കിലും വേണം. പക്ഷെ എനിക്ക് ഞാനുണ്ടോ ഇല്ലയോ എന്നറിയാൻ കാണുകയും വേണ്ട, കേൾക്കുകയും വേണ്ട, മണക്കുകയും വേണ്ട, തൊട്ടു നോക്കുകയും വേണ്ട. അത് സ്വരാട്, സ്വയം രാജത്തെ. ഭാഗവതം തുടങ്ങുമ്പോഴേ പറഞ്ഞതാണ് സ്വരാട്. ആ സ്വരാട് സ്വയം പ്രകാശമാനമായ വസ്തുവാണ്. അപ്പൊ ഇവിടെ മുഴുവൻ ഇരുട്ടാക്കിയാലും ഞാനുണ്ടെന്നുള്ള അനുഭവം എനിക്ക് സിദ്ധമാണ്. അതിന് കണ്ണും വേണ്ട, ചെവിയും വേണ്ട, മനസ്സും വേണ്ട. ആ അനുഭവത്തിൽ മനസ്സ് ഉദിച്ചിട്ടാണ് കണ്ണിലൂടെ കാണുകയും ചെവിയിലൂടെ കേൾക്കുകയും മൂക്കിലൂടെ മണക്കുകയും നാവിലൂടെ രുചിക്കുകയും ചെയ്യുന്നു. മനസ്സ് ഉദിക്കുമ്പോഴോ ഉറങ്ങുന്ന സമയത്ത് മനസ്സ് അസ്തമിച്ചു അല്ലേ? സുഷുപ്തിയിൽ ദിവസം നമ്മൾ ഉറങ്ങുമ്പോൾ സുഖമായിരുന്നു എന്ന് പറയണു. എല്ലാവരും ലോകത്തിൽ പറയുന്ന കാര്യമാണ് സുഖമായിരുന്നു, ഒന്നും അറിഞ്ഞില്ല. ഈ ഒന്നും അറിഞ്ഞില്ല എന്നുള്ളത് ബുദ്ധിയാണ് പറയണത്. സുഖമായിരുന്നു എന്നുള്ളത് സ്വാനുഭൂതിയുടെ സ്മൃതിയാണ്. സുഖമായിരുന്നു എന്നുള്ളത് സ്വരൂപത്തിൽ നിന്നും വരുന്നതാണ്. അറിഞ്ഞില്ല എന്ന് പറയുന്നത് ബുദ്ധിയുടെയാണ്. ബുദ്ധിക്ക് അറിയില്ല. ഈ സുഖം നമുക്ക് സ്വതസിദ്ധമാണ്. സുഷുപ്തിയിൽ ഏതൊന്ന് അനുഭവിക്കുന്നു, സുഷുപ്തിയിൽ ശരീരമില്ല, മനസ്സില്ല, ഞാൻ എന്നുള്ള വ്യക്തിത്വവുമില്ല, എന്നിട്ടും സുഖമുണ്ടായിരുന്നു. ആ സുഖം എവിടുന്ന് വന്നു? ഇതിനെ വെറുതെ ഉറക്കത്തിൽ എന്തിരിക്കുന്നു എന്ന് തള്ളിയാൽ ഒന്നും പിടികിട്ടില്ല. പിപ്പലായനൻ ഇപ്പോ നിമിനവയോഗി സംവാദത്തിൽ പറഞ്ഞതേ ഉള്ളൂ. സന്നേ യതിന്ദ്രിയഗണേ അഹമിച പ്രസുപ്തേ കൂടസ്ഥ ആശയമൃതേ തദനുസ്മൃതിർണഃ. ഇന്ദ്രിയങ്ങളൊക്കെ അടങ്ങുകയും അഹങ്കാരവും അടങ്ങുകയും മനസ്സും അടങ്ങുകയും ചെയ്യുന്ന സുഷുപ്തി അവസ്ഥയിൽ ഏതൊന്നുണ്ടോ അതാണ് രാജൻ അങ്ങ് ചോദിക്കുന്ന നാരായണൻ. അതിനെ സുഷുപ്തിയിൽ അറിയാൻ പറ്റില്ല, ജാഗ്രതയിൽ തന്നെ അറിയണം. പക്ഷെ സുഷുപ്തിയിൽ എല്ലാവർക്കും സിദ്ധമാണ്. സുഷുപ്തിയിൽ ആ സുഖം എവിടുന്ന് കിട്ടി? ശരീരം കൊണ്ടൊന്നും ചെയ്തിട്ട് കിട്ടിയില്ല, കണ്ണുകൊണ്ടൊന്നും കണ്ടിട്ട് കിട്ടിയില്ല, ചെവി കൊണ്ട് എന്തെങ്കിലും കേട്ടത് കൊണ്ട് കിട്ടിയതല്ല, നാവ് കൊണ്ട് രുചിച്ച് കിട്ടിയതല്ല. ഇന്ദ്രിയങ്ങളും മനസ്സും ഇല്ലാതെയും നമ്മളുടെ പേഴ്സണാലിറ്റി തന്നെ ഇല്ലാതെയും ആ സുഖം നമുക്ക് എല്ലാവർക്കും ഒരേപോലെ. രാജാവാവട്ടെ, ദരിദ്രനാവട്ടെ, റോട്ടിൽ കിടന്നുറങ്ങുന്നവനാവട്ടെ, 5 സ്റ്റാർ ഹോട്ടൽ റൂമിൽ കിടന്നുറങ്ങുന്ന ആളാവട്ടെ, എവിടെ കിടന്നാൽ ഉറങ്ങുന്നവരെയേ ഭേദമുള്ളൂ. ഉറങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. ആ സുഖം ഉപനിഷത്ത് പറയുന്നു സ്വർണ്ണഖനിയുടെ മേലെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് വരുന്നവരോടും പോകുന്നവരോടും ഭിക്ഷ ചോദിക്കുന്ന ഭിക്ഷക്കാരനെ പോലെയാണ് ഈ സുഷുപ്തിയുടെ മേലെ കൂടെ ആളുകൾ പോവുകയും വരികയും പോവുകയും വരികയും ചെയ്തിട്ട് അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന വസ്തുവിനെ കാണാത്തത്. ശ്രീശങ്കരൻ കരഞ്ഞുകൊണ്ട് പറയുന്നു, കണ്ണീര് വിട്ടുകൊണ്ട് പറയുന്നു, ഈ യാഥാത്മ്യത്തിനെ 1000 അമ്മമാരെക്കാളും കാരുണ്യത്തിൽ ഗരീയസിയായ ശ്രുതിജനനി വെളിപ്പെടുത്തി തന്നിട്ടില്ലെങ്കിൽ ഒരു ബുദ്ധികുശലത കൊണ്ടും ഇത് പിടികിട്ടില്ലായിരുന്നു എന്നാണ്. സിദ്ധമാണ്, കിട്ടിയിരിക്കണു എല്ലാവർക്കും, പക്ഷെ ശ്രദ്ധിക്കപ്പെടില്ല. ജനനീ സഹസ്രേഭ്യോപി കരുണയാ ഗരീയസി ശ്രുതിജനനി. അഹോ അതിഗംഭീരം ഭാവയാഥാത്മ്യം മുക്തിനിബന്ധനം ആഗമമന്തരേണ ഉത്പ്രേക്ഷിതുമപി ന ശക്യം. ഊഹിക്കാൻ പോലും സാധ്യമല്ല. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്നു, സിദ്ധമാണ്. ആ സിദ്ധമായ വസ്തു ഞാൻ ഉണ്ടെന്നുള്ള അനുഭവം, ആ അനുഭവത്തിൽ മനസ്സ് വിരിയുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കാണാം, ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ആദ്യം ഞാൻ എന്ന് ഒരു പ്രത്യേക വ്യക്തിത്വം ഉദിക്കും. ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ പതുക്കെ മനസ്സ് വിരിയും. പകുതി വിരിഞ്ഞാൽ സ്വപ്നം, നല്ലവണ്ണം വിരിഞ്ഞാൽ ജാഗ്രത. മനസ്സ് പകുതി കൂമ്പിയാൽ സ്വപ്നം, നല്ലവണ്ണം കൂമ്പിയാൽ ഞാൻ തന്നെ മറഞ്ഞു പോകും. ഞാൻ എന്നുള്ളത് പോയിട്ട് മറ്റൊരു ഞാൻ അവിടെ ഉണ്ട്. അസ്തിത്വമുണ്ട്, വ്യക്തിത്വമില്ല. വ്യക്തിത്വമില്ലാത്ത അസ്തിത്വത്തിനെ ജാഗ്രത്തിൽ പ്രത്യഭിജ്ഞ കൊണ്ട് കണ്ടാൽ അവൻ മുക്തനായിത്തീരും.
അപ്പൊ നമ്മളുടെ സിദ്ധമായിട്ടുള്ളതാണ് വസ്തു. വസ്തു സിദ്ധമായിട്ടിരുന്നിട്ട് വസ്തുവിൽ ആദ്യമായി ഞാൻ എന്നൊരു അഹങ്കാരം പൊന്തണം. അഹങ്കാരം പൊന്തിക്കഴിയുമ്പോൾ മനസ്സ് വിരിയുന്നു. മനസ്സ് വിരിഞ്ഞു കഴിയുമ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ പലതും കാണപ്പെടുന്നു. കാണുക മാത്രമല്ല, നമ്മളുടെ ഉള്ളിലുള്ള ചിത്ശക്തി മനസ്സായി പരിണമിച്ച് കണ്ണിലൂടെ രൂപത്തിനെ ഗ്രഹിക്കുകയും ചെവിയിലൂടെ ശബ്ദത്തിനെ ഗ്രഹിക്കുകയും മൂക്കിലൂടെ മണത്തിനെ ഗ്രഹിക്കുകയും നാവിലൂടെ രുചിയെ ഗ്രഹിക്കുകയും ത്വക്കിലൂടെ സ്പർശത്തിനെ ഗ്രഹിക്കുകയും ചെയ്ത് കടുകുമണി ചെതറിപ്പോയ പോലെ ഉള്ളിലുള്ള ചിത്തമായി പരിണമിച്ച് പുറത്തു മുഴുവൻ ചെതറിക്കിടക്കുകയാണ്. അവിടെ നിന്നും കടുക് പെറുക്കിയെടുക്കുന്ന പോലെ ഈ ചിത്തവൃത്തികളെ അന്തർമുഖമാക്കി തന്നിലേക്ക് കൊണ്ടുവരാനുള്ള ആദ്യപടിയാണ് ഭഗവാൻ പറഞ്ഞത്, നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാ മനോമയം. ഹേ ഉദ്ധവരെ, ഗ്രഹിക്കപ്പെടുന്നതൊക്കെ മായയാണ്. ഗ്രഹിക്കുന്നവനിലാണ് സത്യമിരിക്കുന്നത്. ഗ്രഹിക്കപ്പെടുന്നതൊക്കെ തന്നെ അസത്യമാണ്, മിഥ്യയാണ്, കാണപ്പെടുന്നതാണ്. വിദ്ധി മായാ മനോമയം. അതുകൊണ്ട് മനസ്സിനെ അന്തർമുഖമാക്കൂ, ജ്ഞാനത്തിനെ സമ്പാദിക്കൂ എന്നൊക്കെ ഭഗവാൻ ഉപദേശിച്ചു. സർവഭൂത സുഹൃത്തായിട്ട് തീരൂ, ജീവൻ മുക്തനായിട്ട് തീരൂ. സർവഭൂത സുഹൃത് ശാന്തോ ജ്ഞാന വിജ്ഞാന നിശ്ചയ പശ്യൻ മദാത്മകം വിശ്വം ന വിപദ്യേത വൈ പുനഃ. സർവഭൂത സുഹൃത്തായും ആത്മാനുഭവം കൊണ്ട് സന്തുഷ്ടനായും കൊച്ചുകുട്ടികളെ പോലെ വിധിനിഷേധങ്ങൾക്ക് അതീതനായും ജീവൻ മുക്തനായി സ്വതന്ത്രനായ ലോകത്തിൽ സഞ്ചരിക്കൂ ഉദ്ധവ എന്ന് ഭഗവാൻ കാരുണ്യത്തോടുകൂടെ ഉദ്ധവർക്ക് ഉപദേശിച്ചു. ഇത്രയും ഉപദേശത്തിനെ ഒറ്റ ശ്ലോകത്തിലാണ് ഭട്ടതിരി സംഗ്രഹിക്കുന്നത് നാരായണീയത്തിൽ. ബന്ധുസ്നേഹം വിജഹ്യാം തവ ഹി കരുണയാ ത്വയി ഉപാവേശിതാത്മാ സർവം ത്യക്ത്വാ ചരേയം സകലമപി ജഗദ്വീക്ഷ്യമായാ വിലാസം നാനാത്വാദ് ഭ്രാന്തിജന്യാത് സതി ഖലു ഗുണദോഷാവബോധേ വിധിർവാ വ്യാസേധോ വാ കഥം തൗ ത്വയി നിഹിതമതേഃ വീതവൈഷമ്യബുദ്ധേഃ. ഇതിന് മുഴുവൻ ഭഗവാന്റെ കൊടുത്ത് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പ്രാർത്ഥനയായിട്ടാക്കി തീർത്തു. ഗുരുവായൂരപ്പ, അത്തരത്തിലൊരു സ്ഥിതി എനിക്ക് സിദ്ധിക്കട്ടെ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ ഉദ്ധവര് വീണ്ടും വീണ് നമസ്കരിച്ചു. ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, അവിടുന്ന് സന്യാസധർമ്മത്തിനെ ഉപദേശിക്കുകയാണ്. എനിക്ക് സന്യാസത്തിനുള്ള യോഗ്യതയുണ്ടോ? സന്യാസത്തിനുള്ള യോഗ്യതയുണ്ടോ? സന്യാസം എന്ന് പറഞ്ഞാൽ അല്പം ഭയം തോന്നുകയാണ്. സന്യാസത്തിനുള്ള യോഗ്യതയുണ്ടോ? സന്യാസത്തിന് യോഗ്യതയില്ലാതെ സന്യാസം എന്ന് പറഞ്ഞു പുറപ്പെട്ടാൽ വിഷമായിട്ട് തീരുമല്ലോ. യോഗേശായോഗവിന്യാസാം യോഗാത്മയോഗസംഭവാം നിശ്രേയസായ മേ പ്രോക്തഃ ത്യാഗസന്യാസലക്ഷണഃ. ത്യാഗോയം ദുഷ്കരോ ഭൂമൻ കാമാനാം വിഷയാത്മഭിഃ സുതരാം ത്വയി സർവാത്മൻ അഭക്തൈരിതി മേ മതിഃ. സോഹം മമാഹമിതി മൂഢമതിർവിഗാഢഃ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ തത്വഞ്ജസാ നിഗദിതം ഭവതാ യഥാഹം സംസാധയാമി ഭഗവന്നനുഷാധിഭൃത്യം. സത്യസ്യ തേ സ്വദൃശ ആത്മന ആത്മനോന്യം വക്താരമീശ വിബുധേഷ്വപി നാനുചക്ഷേ. സർവേ വിമോഹിതധിയഃ അജമായയേ മേ ബ്രഹ്മാദയസ്തനുഭൃതോ ബഹിരർത്ഥഭാവാഃ. തസ്മാത് ഭവന്തമനവദ്യമനന്തപാരം സർവജ്ഞം ഈശ്വരമകുണ്ഠ വികുണ്ഠധിഷ്ണ്യം നിർവിണ്ണധീഃ അഹമുഹ വൃജിനാഭിതപ്തോ നാരായണം നരസഖം ശരണം പ്രപദ്യേ. തസ്മാത് ഭവന്തം അനവദ്യം അനന്തപാരം സർവജ്ഞം ഈശ്വരം അകുണ്ഠ വികുണ്ഠധിഷ്ണ്യം നിർവിണ്ണധീഃ അഹമുഹ വൃജിനാഭിതപ്തോ നാരായണം നരസഖം ശരണം പ്രപദ്യേ. നരൻ എപ്പോഴും സഖാവായിട്ട് നാരായണൻ കൂടെ ഉണ്ട്. അവിജ്ഞാത സഖാവാണ്. ശ്രദ്ധിക്കണില്ല അത്രയും. ഭഗവാന് ശരണാഗതി ചെയ്താൽ ഭഗവാൻ കൂടെ ഉണ്ടെന്ന് മനസ്സിലാവും. സന്നിഹിതനായിട്ട് മഹാബലിയോട് ഭഗവാൻ പറഞ്ഞു, തനിക്ക് ശരണാഗതി ചെയ്ത ഈ ക്ഷണം മുതൽക്ക് ഞാൻ കൂടെ ഉണ്ടെന്നുള്ളത് അറിയാം. രക്ഷിഷ്യേ സർവതോഹം ത്വാം സാനുഗം സപരിച്ഛദം സദാ സന്നിഹിതം വീര തത്ര മാം ദ്രക്ഷ്യത്തെ ഭവാൻ.
ഞാൻ കൂടെ ഉണ്ടെന്ന് മാത്രമല്ല, ഞാൻ കൂടെ ഉണ്ടെന്നുള്ളത് കാണുകയും ചെയ്യുമെന്നാണ്. അങ്ങനെ അവിജ്ഞാത സഖാവായി അവിടുന്ന് നടക്കുന്നു. എല്ലാവർക്കും കൂടെ ഭഗവാനുണ്ട്. എങ്കിലും ഭഗവാനെ ഞാൻ എൻ്റെ എന്നുള്ള ഈ അഹങ്കാരം പോവാതെ എങ്ങനെ സന്യാസം സിദ്ധിക്കും? ആത്മസാക്ഷാത്കാരം എങ്ങനെ ഉണ്ടാവും? അകമയ്ക്കുള്ള ഈ ചിജ്ജടഗ്രന്ഥി ഭേദമുണ്ടാവാതെ ആത്മാനുഭവം എങ്ങനെ ഉണ്ടാവും? അവിടുന്ന് എളുപ്പത്തിൽ പറഞ്ഞു, തത്വം അഞ്ജസാ നിഗദിതം. അവിടുത്തെ കൃപയുണ്ടെങ്കിൽ അത് സാധിക്കും. അതുകൊണ്ട് ഞാനിതാ പരമവിരക്തനാണ്. നിർവിണ്ണധീഹി, നിർവേദം. ബ്രഹ്മോപദേശത്തിന് ആദ്യപടിയാണ് നിർവേദം. ഇനി ഒന്നും ലോകത്തിലൊന്നും അറിയാൻ ആഗ്രഹമില്ല, കർമ്മത്തിലൊന്നും രുചിയില്ല. സത്യത്തിനെ എനിക്ക് കിട്ടണമെന്നുള്ള കൊതി, ദാഹം, വിശപ്പുണ്ടാകുമ്പോൾ സദ്ഗുരുവിൻ്റെ സാന്നിധ്യം പ്രയോജനപ്പെടും, അല്ലെങ്കിൽ പ്രയോജനപ്പെടില്ല. അന്യാഭിനിവേശം ഉണ്ടെങ്കിൽ ബ്രഹ്മോപദേശം പ്രയോജനപ്പെടില്ല എന്നാണ്. ഭാഗവതത്തിൽ അങ്കിരസൻ ചിത്രകേതുവിന് ഉപദേശിക്കാൻ വന്നപ്പോൾ ചിത്രകേതുവിന് കുഞ്ഞില്ല എന്നുള്ള ആഗ്രഹം. അപ്പൊ അങ്കിരസൻ പറഞ്ഞു, അങ്ങേക്ക് അന്യാഭിനിവേശമുണ്ട്, അതുകൊണ്ട് ഇപ്പൊ ഉപദേശിച്ചാൽ ഫലിക്കില്ല. ഒരു കുഞ്ഞുണ്ടായി ദുഃഖിച്ചിട്ട് തിരിച്ചു വരാം. അത് കഴിഞ്ഞ് വരുമ്പോ പറഞ്ഞു, ഇപ്പൊ ഉപദേശിക്കാം. ദുഃഖം, എന്തിൽ നിന്നൊക്കെ ദുഃഖം വരുന്നു അതിൽ നിന്നൊക്കെ വിരക്തി വരും. വിവേകത്തോടുകൂടെ ദുഃഖത്തിനെ അനുഭവിച്ചാൽ വിരക്തി വരും. ദുഃഖം അനുഭവിക്കണം, പക്ഷെ വിവേകത്തോടെ ദുഃഖം അനുഭവിക്കണം. അപ്പോ വിരക്തി ഉണ്ടാവും. ആ വിരക്തി ഉണ്ടായിട്ടാണ് ഉദ്ധവര് പറയണത്, ഭഗവാനെ മതി, ഞാൻ വിഷമിച്ചതൊക്കെ മതി, ഇനി വിഷമിക്കാൻ വയ്യ. ശാന്തി വേണം, സമാധാനം വേണം, സ്വരൂപസ്മൃതി വേണം, സ്വതന്ത്രനാവണം. ഇനിയും വീണ്ടും ഈ ബന്ധത്തിൽ പെടാൻ വയ്യ. അവിടുന്നല്ലാതെ എനിക്ക് വേറെ ആരും ഗതിയില്ല. ശരണം പ്രപദ്യേ, പ്രപന്നോസ്മി. ഭഗവാൻ കാരുണ്യത്തോടെ ഉദ്ധവരെ നോക്കി. ഈ പക്വത എവിടുന്ന് വരും? ഒരു ഭക്തൻ ശരണാഗതി ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി ഗുരുവായിട്ട് മാറണത്. ഗുരു എന്ന് പറയണത് വാസ്തവത്തിൽ ശിഷ്യൻ ജനിച്ച ശേഷമാണ് ഗുരു ജനിക്കുക. ഗുരു എന്നുള്ളത് ഒരു വ്യക്തിയുടെ പേരല്ല, ഒരു തത്വത്തിന്റെ പേരാണ്. ആ തത്വം ചിലപ്പോൾ വ്യക്തികളിലൂടെ പ്രകാശിക്കും, അത്രയേ ഉള്ളൂ. നമ്മൾ വ്യക്തിയെ ഗുരു എന്ന് ധരിക്കുകയാണ്. അച്ഛനാണോ ആദ്യം ജനിച്ചത്, കുഞ്ഞാണോ? സാധാരണ ആളുകൾ പറയും അച്ഛനാണെന്ന് പറയും. പക്ഷെ ഒരു കുട്ടി ഉണ്ടായ ശേഷമാണ് അയാളിൽ അച്ഛൻ ജനിക്കുന്നത്. ഒരു കുഞ്ഞുണ്ടായാൽ അയാൾക്ക് അപ്പോഴാണ് അച്ഛൻ എന്ന് പേര് വരുന്നത്. അതുപോലെ ജ്ഞാനം പിറക്കുമ്പോൾ, ജ്ഞാനം പിറക്കുക എന്ന് വെച്ചാൽ എന്താ? അഹങ്കാരത്തിൻ്റെ നാശമാണ് ആത്മാനുഭവം. വ്യക്തിത്വം സത്യമല്ലെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഭൂമാവ് പ്രകാശിക്കും, അനന്തത പ്രകാശിക്കും. ആ വ്യക്തിത്വം സദ്ഗുരുവിൻ്റെ ഉപദേശം കൊണ്ട് നീങ്ങുമ്പോൾ ഇയാളിൽ സത്യം പ്രകാശിക്കുമ്പോഴാണ് ഉപദേശിച്ച ആൾ വാസ്തവത്തിൽ ഗുരു എന്ന വാക്കിന്, നാമത്തിന് അധികാരിയാവണത്. അതുവരെ അയാൾ ആചാര്യൻ മാത്രമാണ്, ഗുരുവല്ല. ഗുരു എന്ന് പറയുന്നത് അകത്തുള്ള അജ്ഞാനം നീങ്ങിക്കഴിയുമ്പോഴാണ് ഉപദേശിച്ച വ്യക്തിയിൽ ഗുരുതത്വം പ്രകാശിക്കുന്നത്. ഭഗവാൻ പോലും ഗുരുത്വം ഏറ്റെടുക്കണില്ല. രാമകൃഷ്ണ പരമഹംസർ പറയും, എന്നെ ആരെങ്കിലുമൊക്കെ ഗുരു എന്ന് വിളിച്ചാൽ എനിക്ക് കുന്തം കൊണ്ട് കുത്തുന്ന പോലെ വേദനിക്കുന്നു എന്ന്. സച്ചിദാനന്ദം മാത്രമാണ് ഗുരു എന്ന് രാമകൃഷ്ണ പരമഹംസരുടെ വാക്കാണ്. ഗുരു, ഭഗവാൻ പോലും ഞാൻ ഗുരുവാണ് എന്ന് ഏറ്റെടുക്കണില്ല. ഭഗവാൻ പറഞ്ഞു, ഹേ ഉദ്ധവ, ആത്മനഃ ഗുരുഃ ആത്മൈവ പുരുഷസ്യ വിശേഷതഃ യഃ പ്രത്യക്ഷ അനുമാനാഭ്യാം ശ്രേയോസാവനുവിന്ദതേ. വിവേകമുള്ള പുരുഷന് വിവേകം തന്നെയാണ് ഗുരു. എല്ലാവരുടെ ഉള്ളിലും സഹജമായി, സിദ്ധമായി, നിസർഗമായിട്ടുള്ള വിവേകത്തിനെ ഉണർത്താൻ ഒരു സഹായം ചെയ്യുക മാത്രമാണ് ബാഹ്യമായ ഗുരു ചെയ്യണത്. എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് വിളക്ക്. ആ വിളക്ക് ഉദിക്കണം, പ്രകാശിക്കണം. ബാഹ്യമായ ഗുരു അകത്തുള്ള ഗുരുവിനെ ഉണർത്തിവിടുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹേ ഉദ്ധവ, താങ്കൾക്ക് ഞാനൊരു കഥ പറഞ്ഞുതരാം. ആ കഥ പണ്ട് എവിടെയോ നടന്ന ഒരു ഇതിഹാസം. എൻ്റെ മുത്തശ്ശൻ, നമ്മളൊക്കെ കുടുംബത്തിൽ പറയുമല്ലോ, എൻ്റെ മുത്തശ്ശനും ഒരാളുമായിട്ട് ഇങ്ങനെ ഒരു സംവാദം ഉണ്ടായി, എന്തെങ്കിലുമൊക്കെ പറയണ പോലെ ഭഗവാനും ഭഗവാന്റെ പരമ്പരയിൽ യദു മഹാരാജാവിനെ പറയാം. ദശമസ്കന്ധം തുടങ്ങുമ്പോൾ തന്നെ യഥോശ്ച ധർമ്മശീലസ്യ എന്ന് പറഞ്ഞു. എന്താ യദുവിൻ്റെ ധർമ്മം എന്ന് വെച്ചാൽ, ഇവിടെ ദത്താത്രേയ മഹർഷിയിൽ നിന്നും ഭാഗവത ധർമ്മത്തിനെ യദു മഹാരാജാവ് അറിഞ്ഞതാണ്. അവിടെ യദുവിന് ഇത്രയധികം വൈശിഷ്ട്യം കൊടുത്തത്. ആ യദു മഹാരാജാവ് അവധൂതനുമായി നടന്ന സംവാദത്തിനെ ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു ദിവസം മഹാരാജാവ്
തത്വജിജ്ഞാസുവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാം, ഒരു സത്സംഗം കൊണ്ട് സ്വയം പ്രബുദ്ധനായ ഒരു മഹാപുരുഷന്റെ കൃപ കൊണ്ടേ സത്യം കിട്ടുകയുള്ളൂ. ഇത് ഭാഗവതത്തിലത്തെ ഒരു സിദ്ധാന്തമാണ്. സാധന കൊണ്ട് സാധിക്കില്ല. വീണ്ടും വീണ്ടും അത് പറയാൻ കാരണം, സാധന കൊണ്ട് സാധിക്കുമെന്ന് അഭിമാനം ഉള്ളത്തോളം കാലം സാധന തന്നെ ഒരു വേദനയായിട്ട് തീരും. സാധനയൊക്കെ തന്നെ ശ്രദ്ധയെ ഉദിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. തപസാ ശ്രദ്ധ, ശ്രദ്ധയാ മേധ, മേധയാ മനീഷ, മനീഷയാ മനോ, മനസാ ശാന്തി, ശാന്ത്യാ ചിത്തം, ചിത്തേന സ്മൃതിഃ, സ്മൃത്യാ സ്മാരഗ്, സ്മാരേണ വിജ്ഞാനം, വിജ്ഞാനേന ആത്മാനം വേദയതി. തപസ്സുകൊണ്ട് ശ്രദ്ധ ഉണരുന്നു. ശ്രദ്ധ കൊണ്ട് പതുക്കെ 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 മേധ വളരുകയും വിജ്ഞാനം ഉണ്ടാവുകയും ആത്മസാക്ഷാത്കാരം ഉണ്ടാവുകയും ചെയ്യാം. അപ്പൊ തപസ് ഇൻഡയറക്റ്റ് ആയിട്ട് ശ്രദ്ധയെ ഉണർത്താൻ ഒരു കാരണമായിട്ട് തീരുകയാണ് സാധനയും ഭജനവും തപസ്സും ഒക്കെ. ശ്രദ്ധ ഉണർന്നു കഴിഞ്ഞാൽ മൂക്കത്ത് കണ്ണട ഉണ്ടെന്ന് കാണിച്ചു തരുമ്പോൾ അപ്പൊ തന്നെ കാണുന്ന പോലെ ശ്രദ്ധ ഉണർന്നു കഴിഞ്ഞാൽ ആ ക്ഷണം തന്നെ പ്രത്യഭിജ്ഞ ഉണ്ടാവും, വസ്തുഗ്രഹണം ഉണ്ടാവും. തന്നെ അപ്പൊ തന്നെ ആ ക്ഷണം തന്നെ വസ്തുവിനെ കാണും. അങ്ങനെ കാണുന്നവനാണ് ധീരൻ. അപ്പോ അങ്ങനെ കാണാൻ ഒരു സദ്ഗുരുവിൻ്റെ കൃപ വേണം. സദ്ഗുരുവിനെ എവിടെ കിട്ടും എന്ന് വെച്ചാൽ, നമ്മളുടെ ഉള്ളിൽ ദാഹം ഉണ്ടെങ്കിൽ ഗുരു നമ്മളെ അന്വേഷിച്ച് വരും. ഗുരു ഇല്ലാതെ സാക്ഷാത്കാരം മുടങ്ങില്ല. ആദ്യം നമ്മളുടെ ഉള്ളിൽ പക്വത ഉണ്ടായാൽ എവിടെ വേണമെങ്കിലും ഗുരുവിനെ കിട്ടും. ഒരു പക്ഷേ പ്രകൃതി തന്നെ ഉപദേശിക്കും. വളരെ പക്വത വന്നാൽ അന്തര്യാമി തന്നെ ഉപദേശിക്കും. ശൈവസിദ്ധാന്തത്തിൽ അവർ പറയും 3 തരം സാധകന്മാരാണ്. കർമ്മമലം, ആണവമലം, മായാമലം എന്ന് 3 മലം ജീവനെ ബന്ധിക്കുന്നു. ഇതിൽ 3 മലവും സാധാരണ എല്ലാവരിലും ഉണ്ടാവും. അങ്ങനെ ഉള്ളതുകൊണ്ട് അവർക്ക് ഉപാസനാദേവത വേണം, സാധനാഭജനകൾ കൊണ്ട് ചിത്തശുദ്ധി വേണം, അതിനുശേഷം ബാഹ്യമായ ഒരു ആചാര്യനിൽ നിന്നും ഉപദേശം വേണം. ചിലർക്ക് മായാമല ഉണ്ടാവില്ല. ഈ ജന്മത്തിൽ ചളി വാരിയിട്ടുണ്ടാവില്ല. അവര് ഈ ജന്മത്തിൽ കാര്യമായി അശുദ്ധി തട്ടിയിട്ടുണ്ടാവില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ ദേവതാപ്രസാദം ഉണ്ടായാൽ തന്നെ ദേവത തന്നെ ഗുരുവായിട്ട് മാറും. അതിന് ഉദാഹരണം ശ്രീരാമകൃഷ്ണ പരമഹംസരാണ്. കാളിയെ ഭജിച്ചു, കാളിയെ അമ്മയെ അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ചു ഉണർത്തിയ ഉടനെ ആ കാളി ഉപദേശിക്കാൻ തുടങ്ങി. കാളി പല ആളുകളെയും കാണിച്ചു കൊടുത്തു. അദ്ദേഹം കാളിയുടെ അടുത്ത് പോയി വർത്തമാനം പറയും. രാമകൃഷ്ണ പരമഹംസർ കാളിയുടെ അടുത്ത് വർത്തമാനം പറയുമ്പോൾ ബാക്കിയുള്ളവർക്കൊന്നും ആ കാളി വർത്തമാനം പറയണതൊന്നും കണ്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ, കാളിയെ ഒരു ബാഹ്യ കാരണമായി വെച്ചുകൊണ്ട് ശ്രീരാമകൃഷ്ണൻ തൻ്റെ അന്തര്യാമിയോട് തന്നെയാണ് വർത്തമാനം പറഞ്ഞത്. ആ അന്തര്യാമി തന്നെയാണ് ഉള്ളിൽ നിന്നും ബോധിപ്പിച്ചതും. അപ്പോ ഇത് ഈ തരത്തിൽ ഉപാസന കൊണ്ട് സിദ്ധിക്കുകയാണ്. മൂന്നാമതൊന്ന് ഒരു കാറ്റഗറി ഉണ്ട്. കർമ്മമലവുമില്ല, മായാമലവുമില്ല, അല്പം ആണവമലം മാത്രമേ ഉള്ളൂ. അതായത് ഇത്തിരി ഞാനൊരു വ്യക്തിയാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ മാത്രമേ ഉള്ളൂ. അവർക്ക് നല്ല ഒരു സമയം വരുമ്പോൾ തത്രതം ബുദ്ധിയോ സംയോഗം ലഭതേ പൗർവദേഹികം യഥതേജ തതോ ഭൂയ സംസിദ്ധൗ ഗുരുനന്ദന എന്ന് പറഞ്ഞ പോലെ അവർക്ക് ചിക്കെന്ന് പിടിക്കും. എപ്പോഴെങ്കിലും ഒരു സന്ദർഭം എവിടെന്നെങ്കിലുമൊക്കെ കിട്ടിയാൽ അന്തര്യാമി തന്നെ തത്വോപദേശം ചെയ്ത് സാക്ഷാത്കൃതരാവും. രമണ മഹർഷി അതിന് ഉദാഹരണം. അങ്ങനെ ചില മഹാത്മാക്കളൊക്കെ അതിന് ഉദാഹരണമായിട്ടുണ്ട്. അവർക്ക് ബാഹ്യമായി എന്തെങ്കിലും ഒരു കിൻഡിലിങ് കിട്ടിയാൽ മതി, എവിടുന്നെങ്കിലുമൊക്കെ ഒന്ന് ഉണർത്തി വിട്ടാൽ മതി, ഉള്ളിൽ അവർക്ക് തത്വജ്ഞാനം ഉണ്ടാവും. കാക്കയിരിക്കുമ്പോൾ പനമ്പഴം വീണ പോലെ പുറമേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാവും, അകമേക്ക് ജ്ഞാനം ഉണ്ടാവും. അത് വളരെ അപൂർവമായ ഒരു കാറ്റഗറിയിൽപ്പെട്ടവരാണ് അവർ. അപ്പോൾ ഇവിടെ എന്തായാലും സംവാദമാണ്. പക്ഷേ ഒരു ഗുരുവിൽ നിന്നും സംവാദ രൂപത്തിലൊക്കെ ജ്ഞാനം ഉണ്ടാവുമ്പോൾ ആ സംവാദമൊക്കെ നമുക്ക് അനുഗ്രഹമായിട്ട് തീരും, ഗുരുശിഷ്യ സംവാദം. ഇപ്പൊ ഇവിടെ യദുമഹാരാജാവ് ഇങ്ങനെ യാത്ര ചെയ്ത് നടക്കുമ്പോൾ അതിതേജസ്വിയായ ഒരാള്, 10 യുവാവ് കണ്ട ഒരു 16 വയസ്സാണെന്ന് തോന്നും. അവധൂതം ദ്വിജം കഞ്ചിത് ചരന്തമകുതോ ഭയം കവിം നിരീക്ഷ്യ തരുണം യദുഃപപ്രച്ഛ ധർമ്മവിത്. അവധൂതം, അദ്ദേഹം ആരാണ്? അവധൂനനം ചെയ്ത ആളാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒന്നും വിഘ്നമില്ല, ഒക്കെ തുടച്ചു കളഞ്ഞിരിക്കുകയാണ്, വേഷമൊക്കെ അഴിച്ചു വെച്ചു, സ്വതന്ത്രനാണ്. അവധൂതം ദ്വിജം കഞ്ചിത് ചരന്തമകുതോ ഭയം. എവിടെയാ യാതൊന്നിനോടും ഭയമില്ല. രണ്ടുണ്ടെങ്കിലല്ലേ ഭയപ്പെടാൻ. ദ്വിതീയാദ്വൈ ഭയം ഭവതി.
രണ്ടാമതൊരു വസ്തു അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് ഒരു വ്യക്തിത്വം തന്നെ ഇല്ല. അദ്ദേഹം തന്നെ അഖണ്ഡാകാരമായ വസ്തുവാണ്. ആരെ ഭയപ്പെടാനാ? രണ്ടാമതൊന്നില്ല. കവിം നിരീക്ഷ്യ തരുണം, ക്രാന്തദർശിയാണ്, തരുണൻ, യുവാവാണ്. ഇതൊക്കെ തന്നെ മഹാരാഷ്ട്ര ഭാഷയിൽ ഏകനാഥൻ എന്നുള്ള ഒരു മഹാപുരുഷൻ, ഒരു ജ്ഞാനി, പരമഭാഗവതനായ ഏകനാഥ സ്വാമി മറാത്തി ഭാഷയിൽ ഈ ഏകാദശ സ്കന്ധത്തിന് വ്യാഖ്യാനം എഴുതുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ അത്യത്ഭുതമായി വർണ്ണിച്ചിട്ടുണ്ട് അദ്ദേഹം. അവധൂതൻ എവിടെ എവിടെ നോക്കണോ അവിടെയൊക്കെ അദ്ദേഹത്തിന്റെ ദൃഷ്ടി വീഴുന്ന സ്ഥലത്തൊക്കെ ലോകം മറഞ്ഞ് ബ്രഹ്മം പ്രകാശിക്കുകയാണത്രേ. ദൃഷ്ടി വീഴുന്ന സ്ഥലത്തൊക്കെ സംഹാര പ്രക്രിയ നടക്കുകയാണെന്നാണ്. ഒരു വശത്ത് സംഹാരമെങ്കിലും, സംഹാരം എന്ന് വെച്ചാൽ തന്നെ ജ്ഞാനമാണ്, ആത്യന്തിക സംപ്ലവം. നോക്കുന്ന സ്ഥലത്തൊക്കെ തന്നെ ഭഗവാൻ പ്രകാശിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ദൃഷ്ടി ആരുടെയെങ്കിലൊക്കെ മേലെ വീഴുകയാണെങ്കിൽ ആ ക്ഷണം അവരുടെ ഉള്ളില് ചിത്ത് പ്രകാശിക്കും. അമൃതദൃഷ്ടി എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ഒരാളെ നോക്കുമ്പോൾ അയാളെ വ്യക്തിയായിട്ടാണ് നോക്കുന്നത്. നമ്മൾ എന്താണോ അതാണ് മറ്റുള്ളവരിലും കാണുന്നതേ. നമ്മൾ എന്താണോ അതേ ഭാവത്തോടു കൂടിയാണ് വേറെ ഒരാളെ കാണുക. ജ്ഞാനി തന്നെ ആത്മാവാണെന്ന് നിത്യനിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അഭിഛിന്നാനുഭൂതിയോടുകൂടെ ഇരിക്കുന്ന ജീവൻ മുക്തന് കണ്ണുകൊണ്ട് നോക്കുമ്പോൾ പോലും കണ്ണിലൂടെ ചിത്തമല്ല പുറത്തേക്ക് വരുന്നത്, ചിത്താണ്. അതുകൊണ്ട് ചിത്ത് കണ്ണിലൂടെ പ്രവഹിച്ച് ഒരു പക്വയുടെ മേലെ വീഴുമ്പോ ഉണക്കപ്പുല്ലിൽ തീ വീണ പോലെയാണ്. ആ ദൃഷ്ടി മതി, ഒരു നോട്ടം മതി. അങ്ങനെ അലൗകികമായ ദൃഷ്ടി. വേദം തന്നെ ജ്ഞാനികളുടെ ദൃഷ്ടിയെ സ്തുതിക്കുന്നുണ്ട്. തദ്വിഷ്ണോഃ പരമം പദം സദാ പശ്യന്തി സൂരയഃ ദിവീവ ചക്ഷുരാ തതം. വേദത്തിൽ പ്രസിദ്ധമായ മന്ത്രമാണ്. തദ്വിഷ്ണോഃ പരമം പദം സദാ പശ്യന്തി സൂരയഃ. സൂരികളായിട്ടുള്ള മുനികൾ, ജ്ഞാനികൾ കണ്ണു തുറന്നുകൊണ്ടേ നടക്കണു അത്രേ, അല്ലെങ്കിൽ കണ്ണു തുറന്നുകൊണ്ടിരിക്കുന്നു, പക്ഷെ കണ്ണ് ചിമിട്ടുന്നില്ല. അനിമേഷലോചനന്മാരാണ്. അവരെവിടെ നോക്കണമെന്ന് വെച്ചാൽ ദിവീവ ചക്ഷുരാതം. കാണുന്നവർക്ക് അവരെന്തോ ആകാശത്തിനെ നോക്കണ പോലെ, വേക്കൻറ്റ് സ്പേസിനെ നോക്കണ പോലെ തോന്നുന്നു. പക്ഷെ ദൃഷ്ടി എവിടെയാ? വിഷ്ണോഃ പരമം പദം സദാ പശ്യന്തി. അവിഛിന്നമായിട്ട് ഒരു വിച്ഛിത്തി കൂടാതെ പരമപദത്തിനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. പരമപദത്തിനെ എങ്ങനെ കാണുന്നു? പരമപദത്തിനെ പരമപദം കൊണ്ട് തന്നെ കാണുന്നു, അല്ലാതെ കണ്ണുകൊണ്ടോ മനസ്സുകൊണ്ടോ അല്ല. ആത്മനൈവ ആത്മനാ ആത്മാനം പശ്യന്ന് ആത്മനി തുഷ്യതി. രണ്ടാമതൊരു വസ്തുവില്ല അവിടെ കാണാൻ. അല്ലാതെ പരമപദത്തിനെ കാണുന്നു വേറെ നിന്നിട്ടല്ല, താൻ തന്നിൽ തന്നെ തൻ്റെ സ്വരൂപത്തിലിരുന്ന് കാണുന്നത് കൊണ്ട് രാമകൃഷ്ണദേവൻ പറയും അങ്ങനെയുള്ള യോഗികളെ കാണുമ്പോൾ അടയിരിക്കണ കോഴിയെ പോലെ ഉണ്ടാവുന്നതാണ്. അടയിരിക്കണ കോഴിയുടെ ദൃഷ്ടി മുഴുവൻ ആ മുട്ട വിരിക്കണതിലായതുകൊണ്ട് കണ്ണു തുറന്നിരുന്നാലും ഒന്നും കാണില്ല അത്രേ. അതുപോലെ ദൃഷ്ടി സ്ഥിരായസ്യ വിനാനിരോധാത്. ഒരു നിരോധം കൂടാതെ സ്ഥിരമായ ദൃഷ്ടിയോടുകൂടെ ഈ അവധൂതനെ കണ്ടതും യദുമഹാരാജാവ് ചെന്ന് വീണ് നമസ്കരിച്ചു. അദ്ദേഹം അങ്ങനെ ചിരിക്കുന്നു, സന്തോഷം, ആനന്ദം. ആ ആനന്ദം അങ്ങനെ പരക്കണുണ്ട്. അഭിതോ ബ്രഹ്മനിർവാണം വർത്തത്തെ. ഒരു പുഷ്പത്തിൽ നിന്നും സുഗന്ധം എന്ന വണ്ണം ജീവൻ മുക്ത പുരുഷനിൽ നിന്നും ആ ചിത്ശക്തി, ശാന്തി, സ്വരൂപാനുഭൂതി ചുറ്റും അങ്ങനെ പരന്നു നിൽക്കണുണ്ട്. കൊച്ചു കുട്ടികളൊക്കെ കൂടെ നടക്കണുണ്ട്. അദ്ദേഹത്തിനെ കണ്ടു വീണ് നമസ്കരിച്ചു. എത്ര സന്തോഷം, ആനന്ദമായിട്ട് നടക്കും. ഇങ്ങനെ ഒരാൾക്ക് ലോകത്തിൽ ആനന്ദത്തോടെ ഇരിക്കാൻ സാധിക്കുമോ? യദുമഹാരാജാവ് നമസ്കരിച്ചുകൊണ്ട് ചോദിക്കുക, എങ്ങനെ അവിടുന്ന് ഇത്ര സന്തോഷമായിട്ടിരിക്കുന്നു? ഇതിന്റെ സീക്രട്ട്, രഹസ്യം എന്താ? ലോകത്തില് നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കാനാണ് ജനിച്ചിരിക്കുന്നത്, പക്ഷെ അങ്ങനെയുള്ളവരെ കാണാറില്ലല്ലോ, അല്ലേ? ഓരോരുത്തരോട് എങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ അങ്ങനെ പോണു എന്ന് പറയും. എന്നുവെച്ചാൽ പറയാൻ കൊള്ളില്ല എന്നർത്ഥം. നിങ്ങൾ നാളെ തെരുവിലിറങ്ങി നടക്കുമ്പോൾ കരഞ്ഞുകൊണ്ടേ നടക്കൂ. ആളുകളൊക്കെ മനസ്സിലാക്കിക്കോളും, പാവം എന്തോ വിഷമുണ്ട്, പറയാൻ പാടില്ലാത്ത വിഷമുണ്ട്. എല്ലാവരും ആശ്വസിപ്പിക്കും. ഒരു കാരണം കൂടാതെ ചിരിച്ചുകൊണ്ട് നടക്കൂ. ഇന്നലെ ആ ഭാഗവത സത്രത്തിന് പോകുമ്പോഴേ വിചാരിച്ചു, എന്തോ സ്ക്രൂ ലൂസായിട്ടുണ്ട്, കുഴപ്പം പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തിനു ചിരിക്കണം, എന്തിനു സന്തോഷം? സന്തോഷം കാണപ്പെടാത്ത വസ്തുവായി തീർന്നിരിക്കുകയാണ്. അപ്പൊ ഈ അവധൂതനെ കണ്ടപ്പോൾ ഈ സന്തോഷത്തിന്റെ ഉറവിടം എന്താണ്, ആനന്ദത്തിന്റെ ഉറവിടം എന്താണ്? നന്ദതി നന്ദതി നന്ദത്യേവ. എപ്പോഴും ആനന്ദമാണ്. കാരണം എന്താ? ആനന്ദമല്ലാതെ എന്താ ഉള്ളത്? ആത്മാ പുരസ്താത് ആത്മാ പശ്ചാത് ആത്മാ ദക്ഷിണതഃ ആത്മോത്തരതഃ ആത്മൈവേദം സർവം സസ്വരാട് ഭവതി സർവേഷു ലോകേഷു കാമചാരോ ഭവതി.
അദ്ദേഹം സ്വരാജ്യ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ആഗ്രഹമില്ല, ഒന്നും നേടിയെടുക്കാനില്ല, യാതൊന്നും സാധിച്ചെടുക്കേണ്ടതായിട്ടില്ല. സ്വയം സ്വതന്ത്രനാണ്, സദാ നിത്യനിരന്തരം അമൃതാനുഭവമുള്ളവനാണ്. അവനിനി എന്ത് പുറത്തുനിന്ന് നേടിയെടുക്കാൻ? അയാളാണ് ചക്രവർത്തി. അല്ലാതെ ഈ ലോകത്തിലുള്ള രാജാക്കന്മാരും ഭരണകർത്താക്കളും ഒക്കെ കുറച്ചു കാലം ഇരുന്നിട്ട് മരിച്ചു പോകും. അപ്പോ വീണ് നമസ്കരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, കുതോ ബുദ്ധിരിയം ബ്രഹ്മൻ അകർത്തുഃ സുവിശാരദാ യാമാസാദ്യ ഭവാൻ ലോകം വിദ്വാൻ ശരദി ബാലവത് പ്രായോ ധർമാർത്ഥകാമേഷു വിവിത്സായാം ച മാനവാഃ ഹേതുനൈവ സമീഹന്തെ ആയുഷോ യശഃ ശ്രിയഃ ത്വം തു കൽപഃ കവിർദക്ഷഃ സുഭഗോ അമൃതഭാഷണഃ ന കർത്താ നേഹസേ കിഞ്ചിത് ജഡോന്മത്ത പിശാചവത്. അവിടുന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, ആരോഗ്യവാനാണ്, കണ്ടാൽ തന്നെ അവിടുന്ന് ഋഷിയാണെന്നറിയാം. ദക്ഷഃ, കർമ്മത്തിലൊന്നും പെട്ടുപോകാതെ കുശലതയോടുകൂടെ അവിടുന്ന് വർത്തിക്കുന്നു. സുഭഗഃ, കാണാൻ അതിസുന്ദരൻ, തേജസ്വിയാണ്. അമൃതഭാഷണ, ഒരു വാക്ക് പറഞ്ഞാൽ കേൾക്കുന്നവരുടെ ഉള്ളിൽ അമൃതാനുഭവം ഉണ്ടാവുന്ന രീതിയിൽ മഹത്തമ അന്തർഹൃദയാത് മുഖച്യുത, അന്തർഹൃദയത്തിൽ നിന്നും വരുന്ന വാക്കാണ്. ന കർത്താ നേഹസേ കിഞ്ചിത്, ഒന്നും ആഗ്രഹിക്കുന്നുമില്ല, പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ജഡോന്മത്ത പിശാചവത്, ചിലപ്പോ ഉന്മാദം പിടിച്ചവനെ പോലെയോ പിശാചിനെ പോലെയോ ഒക്കെ സന്തോഷമായിട്ട് അവിടുന്ന് ഇങ്ങനെ സഞ്ചരിക്കുന്നുവല്ലോ. ഈ സന്തോഷത്തിന്റെ ഹേതു എന്താണ്? ഈ ആനന്ദത്തിന്റെ ഉറവിടം എന്താണ്? ചുറ്റുമുള്ള ജനങ്ങളൊക്കെ തന്നെ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്നുള്ള തീപ്പെട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാട്ടുതീക്ക് നടുവിൽ കുളത്തിലിറങ്ങി നിൽക്കുന്ന ആനയെ പോലെ ശീതളമായിട്ടിരിക്കാൻ എങ്ങനെ സാധിച്ചു? ഈ ശീതളതയ്ക്ക് കാരണം എന്താ? ഈ കുളിർമ എവിടുന്ന് അവിടുന്ന് നേടിയെടുത്തു? എനിക്ക് പറഞ്ഞു തരൂ, പറയാമെങ്കിൽ പറഞ്ഞു തരൂ. ഇപ്പൊ ശർമ്മ മാഷ് പറഞ്ഞ പോലെ അവിടുത്തെ അസ്പർശയോഗം അറിയാൻ എനിക്ക് യോഗ്യതയുണ്ടെങ്കിൽ പറഞ്ഞു തരൂ. സ്പർശവിഹീനസ്യ, വളരെ അപൂർവമാണെന്നാണ് ഗൗഡപാദാചാര്യർ പറയണത്. യോഗികളെ കാണാം, സിദ്ധന്മാരെ കാണാം, അങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ കാണാം. പക്ഷെ ഇങ്ങനെയുള്ളവരെ കാണാൻ പറ്റില്ല അത്ര. ഇവർക്ക് പ്രത്യേകിച്ച് ധ്യാനമൊന്നും വേണ്ട, കണ്ണടച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ണു തുറന്നുകൊണ്ട് തന്നെ ബ്രഹ്മദർശനമാണ്. അവർക്ക് പ്രത്യേകിച്ച് സാധനയൊന്നും വേണ്ട, സാധകനേ ഇല്ല. എല്ലാ സാധനയുടെ അവസാനം സാധകൻ ഇല്ലാതാവലാണ്. കുറെ എഴുതി കഴിഞ്ഞിട്ട് റബ്ബർ കൊണ്ട് മാച്ചു, കുറെ കഴിയുമ്പോൾ എന്താവും? മാച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മള്. കുറെ കഴിയുമ്പോൾ റബ്ബർ കാണില്ല, റബ്ബർ തേഞ്ഞു പോവും. അതുപോലെ സാധന ചെയ്തുകൊണ്ടേയിരിക്കുന്ന സാധകൻ ഒരു ഘട്ടത്തിൽ മറഞ്ഞു പോവും. അവിടെ അഖണ്ഡമായ സത്യം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ആ സ്ഥിതിയിൽ സ്പർശവിഹീനനാണെന്ന്. എല്ലാത്തിന്റെ നടുവിലും ഇരിക്കുന്നു, ഒരു സ്പർശമില്ല. ബ്രൂഹി സ്പർശവിഹീനസ്യ അസ്പർശയോഗോ വൈനാമ സർവസത്വസുഖാവഹ യോഗിനോ ബിഭ്യതേ ഹ്യസ്മിൻ അഭയേ ഭയദർശിനഃ. ഗൗഡപാദാചാര്യർ പറയുന്നു, യോഗികൾ പോലും ഈ അവസ്ഥയെ പേടിക്കണം അത്രേ. എന്താന്ന് വെച്ചാൽ ഈ സ്പർശവിഹീനമായ സ്ഥിതിയിൽ അഹങ്കാരം പോയി പോകും, അതുകൊണ്ട് ഭയം. ഈ സ്പർശവിഹീനനായ അവിടുന്ന് എനിക്ക് തത്വോപദേശം ചെയ്യൂ എന്ന് പറഞ്ഞു. അവധൂതൻ പറഞ്ഞു, രാജൻ, വിളക്ക് കൊണ്ടുവയ്ക്കുക, എണ്ണ ഒഴിക്കുക, തിരിവയ്ക്കുക, ഇതൊക്കെ ചെയ്യുന്ന ഒരാളുണ്ട്. വിളക്ക് കൊളുത്തുന്ന ഒരാളുണ്ട്. വിളക്ക് കൊളുത്തിക്കഴിഞ്ഞാൽ കാറ്റുകൊണ്ട് വിളക്ക് കെട്ടുപോവാതിരിക്കാനായിട്ട് ജനല് അടയ്ക്കുകയും വീണ്ടും തിരി താണുപോയാൽ തൂണ്ടിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇതേപോലെ സാധനയ്ക്ക് പൂർവഭാഗത്തിൽ ജപോപദേശവും അനുഷ്ഠാനോപദേശവും ചെയ്യുന്ന ഉപഗുരുക്കന്മാരുണ്ടാവും. പക്വമായ സാധകന്റെ ഉള്ളിൽ ജ്ഞാനത്തിൻ്റെ വിളക്ക് കൊളുത്തുന്ന ജ്ഞാനഗുരു ഉണ്ടാവും. ജ്ഞാനം ഉള്ളിൽ തെളിഞ്ഞ ശേഷവും ഇന്ദ്രിയ നിഗ്രഹം കൂടാതെ, മനോനിഗ്രഹം കൂടാതെ, അത് സ്വായത്തമാക്കാതെ കണ്ട് വിഷമിക്കുമ്പോൾ അതിനെ സ്വായത്തമാക്കാനായിട്ട് സഹായിക്കുന്ന ഉപഗുരുക്കന്മാരും ഉണ്ടാവും. ഇങ്ങനെ ഒരു ഗുരു പോരാന്നാണ്. നഹി ഏകസ്മാത് ഗുരോഹോ ജ്ഞാനം സുസ്ഥിരം സ്യാത് സുപുഷ്കലം ബ്രഹ്മൈതദ് അദ്വിതീയം വൈ ഗീയത്തെ ബഹുദർശിഭിഃ. ഒറ്റ ഗുരു ചിലപ്പോൾ പോരാതെ വരാം, ചിലർക്ക് മതിയാവുമായിരിക്കാം. പക്ഷെ എങ്കിലും ഉപദേശിച്ച ജ്ഞാനം ദൃഢമായി സ്വാനുഭവമായി അവിഛിന്നാനുഭവമായിട്ട് തീരണമെങ്കിൽ ഇന്ദ്രിയ നിഗ്രഹം വേണം, മനോനിഗ്രഹം വേണം, എല്ലാം കൂട്ടുവേണം.
അപ്പോഴേ സർവത്തോ ഭദ്രമായിട്ട് നിൽക്കുകയുള്ളൂ. അതിന് ഈ അവധൂതൻ പറയാണ്, എനിക്ക് 24 ഗുരുക്കന്മാരെ ഞാൻ ആശ്രയിച്ചു. അത്രയും പറയാൻ സമയം ഉണ്ടാവുമെന്ന് അറിയില്ല, എങ്കിലും പറഞ്ഞു പോകും. കവിർ ഹരിർ അന്തരിക്ഷ സന്തി മേ ഗുരവോ രാജൻ ബഹവോ ബുദ്ധ്യുപശ്രിതാഃ യതോ ബുദ്ധിമുപാദായ മുക്തോടാമീഹ താൻ ശൃണു പൃഥിവീ വായുരാകാശം ആപോഗ്നിശ്ചന്ദ്രമാരവിഃ കപോദോ അജഗര സിന്ധുഃ പതംഗോ മധുഗദ്ഗദഃ മധുഃ ഹരിണോ മീനഃ പിംഗളാ കുരരോർഭകഃ കുമാരീ ശരകൃത്സർപ്പഃ ഊർണനാഭിഃ സുപേശകൃത് ഏതേ മേ ഗുരവോ രാജൻ 24 ശിക്ഷാവൃത്തിഭിരേതേഷാം അന്വശിക്ഷമിഹാത്മനഃ. ഇതിൽ അനേകം ഉപാഖ്യാനങ്ങൾ ഇവിടെ വരുന്നത് മഹാഭാരതത്തിൽ ഭീഷ്മപർവത്തിൽ മോക്ഷപർവത്തിൽ ഭീഷ്മാചാര്യർ ധർമ്മപുത്രർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. ഇതിലുള്ള വരുന്ന ഈ ഗുരുക്കന്മാർ 24 ഗുരുക്കന്മാരിലൊക്കെ ഒരുപാട് കഥകൾ ഉദാഹരണം അവിടെ നിന്ന് തന്നെയാണ്. ഭാരതത്തിൽ തന്നെ ഇതൊക്കെ പറയപ്പെട്ടു കഴിഞ്ഞു. അതിനെ അല്പം കൂടെ വികസിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തത് ഭാഗവതത്തിൽ. അവിടെ ആദ്യമായിട്ട് പഞ്ചഭൂതങ്ങൾ പൃഥ്വി, വായു, ആകാശം, വെള്ളം, അഗ്നി, ചന്ദ്രമ, രവി, സൂര്യൻ, ചന്ദ്രൻ, ഇങ്ങനെ 7 അഷ്ടമൂർത്തി എന്ന് പറഞ്ഞതിൽ ചേതന ഒഴിച്ച് 7 സപ്തമൂർത്തി. അഷ്ടമൂർത്തി എന്ന് വെച്ചാൽ 8 മൂർത്തികളാണ്. ഭൂഹു, അംബാംസി, അനലോ, അനിലോ, അംബരം, അഹർനാഥ, ഹിമാംശു, പുമാൻ. അതിൽ പുമാൻ ഇവിടെ ഇല്ല, പുമാനാണ് ഇവിടെ കാണുന്നത്. 7 ആദ്യം ഭൂമി. ഭൂമിയിൽ നിന്ന് പഠിച്ചത് എന്താണ് എന്ന് വെച്ചാൽ ഭൂതൈരാക്രമ്യമാണോപി ധീരോ ദൈവവശാനുഗൈഃ തദ്വിദ്വാന്ന ചലേന്മാർഗാത് അന്വശിക്ഷം ക്ഷിതേർവ്രതം. വേദാന്തജ്ഞാനത്തിന് വേദാന്തം പഠിക്കലല്ല പ്രധാനം. പഠിച്ചിട്ട് വേദാന്ത സാക്ഷാത്കാരം വരുമെന്ന് നമ്മളുടെ പൂർവാചാര്യന്മാർ ആരും പറഞ്ഞിട്ടില്ല. പഠിപ്പ് ഒരു ബാഹ്യ കാരണം മാത്രമാണ്. മുഖ്യ ഹേതു അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് വ്യാസൻ പറയുമ്പോൾ തന്നെ ആദ്യം ചിലതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവണം എന്നാണ്. ഇയാളിൽ ചില പക്വതയൊക്കെ വരണം. ഇയാളിത്തിരി ഇയാളിൽ ചില പക്വതയൊക്കെ വരണം. ആ പക്വത ഇല്ലെങ്കിൽ ഇയാൾക്ക് ഉപദേശം ഫലിക്കില്ല. ആ പക്വത ഉണ്ടെങ്കിലേ ഫലിക്കുള്ളൂ. അധികാരിണമാശാസ്തേ ഫലസിദ്ധിർ വിശേഷത. അത് നല്ല രസകരമായിട്ട് ശർമ്മമാഷ കുറച്ചു മുമ്പ് പറഞ്ഞതാണ്. 3ാം ക്ലാസ് പഠിച്ച ആള് നമ്മുടെ വകയ്ക്ക് അമ്മാവനാണ് എഞ്ചിനീയറിംഗ് കോളേജ് നടത്തണതെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ വേണമെന്ന് ചോദിച്ചു അത്രേ. അദ്ദേഹത്തിന് ആ ഭാഷയൊക്കെ വരുള്ളൂ. നമുക്ക് വകയ്ക്ക് അമ്മാവനാണെന്നൊക്കെ പറഞ്ഞ് ആ സമയമാവുമ്പോൾ അതൊക്കെ വരും പദം. അപ്പോ അങ്ങനെ അധികാരിയാണ്. അധികാരിത്വം വളരെ പ്രധാനമാണ്. അധികാരി വളരെ ശിഷ്യപ്രജ്ഞ തെളിയണമെങ്കിൽ അധികാരിയായിരിക്കണം. വാസ്തവത്തിൽ ഒരു ആചാര്യൻ എത്ര ജീവൻ മുക്തനും ജ്ഞാനിയും ബ്രഹ്മനിഷ്ഠനും ആയാലും ഈ സ്വീകരിക്കുന്ന ആള് ശിഷ്യൻ പക്വം അല്ലെങ്കിൽ ഒന്നും പ്രയോജനപ്പെടില്ല. വസിഷ്ഠൻ പറഞ്ഞു, ശിഷ്യപ്രജ്ഞൈവ ഹേതു ഉപദേശക്രമോ രാമ വ്യവസ്ഥാമാത്ര പാലനം ജ്ഞപ്തേസ്തു കാരണം നൂനം ശിഷ്യപ്രജ്ഞൈവ കേവല. ഉപദേശിക്കുക എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥാപാലനമാണ്. ശിഷ്യനെ ഉപദേശിക്കുക ഗുരു. പക്ഷേ ശിഷ്യന് സാക്ഷാത്കാരം ഉണ്ടാവുക എന്ന് പറയുന്നത് അയാളുടെ പ്രജ്ഞയുടെ പക്വതയ്ക്കനുസരിച്ചാണ്. അതുകൊണ്ടാണ് അയാൾക്ക് പ്രത്യഭിജ്ഞ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം പക്വത വരണം. ഈ പക്വത എങ്ങനെ വരും എന്ന് വെച്ചാൽ മുഖ്യമായൊരു ഗുണം വരണം. എന്തൊക്കെ തന്നെ ജീവിതത്തിൽ ദുഃഖം ഉണ്ടാവുകയാണെങ്കിൽ സഹിക്കാനുള്ള ശക്തി, തിതിക്ഷ. സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാ തിതിക്ഷാ നിഗത്. എന്തൊക്കെ വന്നാലും സഹിച്ചോളാം, സഹിക്കാലോ. പലരും പറയും ഞങ്ങൾ നാരായണീയം വായിച്ചു, ഭാഗവതം വായിച്ചു, എത്ര നാമം ജപിച്ചു, എന്നിട്ടെന്താ ഗുരുവായൂരപ്പൻ ഞങ്ങൾക്കൊരു സ്വൈര്യം തരാത്തതാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ വായിച്ചത് കൊണ്ടാണ്. ഗുരുവായൂരപ്പൻ പറയണത് എൻ്റെ അടുത്ത് വരുന്തോറും ഞാൻ ഇട്ട് പിടയ്ക്കും എന്നാണ്. തയ്യാറാണെങ്കിൽ വന്നാൽ മതി എന്നാണ്.
യസ്യ അനുഗ്രഹമിച്ഛാമി തദ്വിശോ വിധുനോമ്യഹം. തനിക്ക് എന്തിലെന്തിലൊക്കെ അഭിമാനമുണ്ടോ അതൊക്കെ ഞാൻ തല്ലും, അവിടെയൊക്കെ ഞാൻ ഉടയ്ക്കും. അതൊക്കെ വേദന ഉണ്ടാവും. വേദനിക്കുന്നത് ആത്മാവിനല്ല, തൻ്റെ ഉള്ളിലുള്ള അഹങ്കാരത്തിനാണ്. ആ അഹങ്കാരത്തിൻ്റെ വേദന തനിക്ക് ഹിതകരമാണ്. അതുകൊണ്ട് തനിക്ക് വിഷമങ്ങൾ ഉണ്ടാവുമ്പോൾ വേദനിക്കുന്ന ആള് താനല്ല. ഒരാൾക്ക് ബാധ കൂടിയാൽ ബാധ ഒഴിക്കാൻ വരുന്ന മന്ത്രവാദി ചൂരൽ കൊണ്ട് പിടയ്ക്കുമ്പോൾ വേണ്ടേ ഞാൻ പോയിക്കൊള്ളാമേ എന്നൊക്കെ പറയണത് വ്യക്തിയല്ല, ആ ബാധയാണ്. അതേപോലെ കുടുംബത്തിലോ ജീവിതത്തിലോ വിഷമങ്ങൾ വരുന്നത് കൊണ്ട് വിഷമിക്കുന്നത് ആത്മാ അല്ല, അഹങ്കാരമാണ്. ആ അഹങ്കാരം വിഷമിക്കുന്നത് കൊണ്ട് വിഷമിച്ച് 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 അവസാനം അത് പോകുമ്പോൾ നമുക്ക് പരമമായ ഹിതമുണ്ടാവും. ആ ഹിതം നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ജീവിതത്തിൽ ദുഃഖം തരുന്നത്. അതുകൊണ്ട് ദുഃഖം വരുമ്പോൾ അതിനെ തപസ്സായിട്ട് എടുത്തുകൊള്ളണം. നമ്മളായിട്ടൊരു തപസ് ചെയ്യാൻ പോണില്ല. അതുകൊണ്ട് ദുഃഖം യദ്യത് അനുപ്രാപ്തം തപോരൂപേണ ഭാവയേത് ദുഃഖം ദുഃഖായ സ്യാദിതി ശ്രുതി മാതൃകീ. ദുഃഖം ദുഃഖത്തിന് വേണ്ടിയിട്ടല്ല, ദുഃഖം വരുമ്പോൾ ശരി ഇത് സഹിക്കുക എന്നൊരു തപസ്സായിട്ട് എടുത്തുകൊള്ളാം. ഈ വിഷമം വരട്ടെ, നോക്കാമല്ലോ. മഹാത്മാക്കളൊക്കെ അതാണ്. ശ്രീരാമചന്ദ്രൻ ഭവഭൂതി രാമായണത്തിൽ പറയുന്നു, രാമോസ്മി സർവം സഹേ. ഞാൻ രാമനായി ജനിച്ചില്ല, എല്ലാം സഹിച്ചോളാം. എന്തൊക്കെ വിഷമം വന്നാലും സഹിച്ചുകൊള്ളാം. സഹിക്കാൻ പഠിക്കുക എന്നുള്ളത് തപസ്. തപസ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ധാരണ ആണിയുടെ മേലെ നിൽക്കുക, തീ കൊളുത്തിയിട്ട് നടുവിൽ നിൽക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നൊക്കെയാണ്. ഇതൊക്കെ തന്നെ സിദ്ധികളൊക്കെ ഉണ്ടാക്കുന്നല്ലാതെ വേണ്ട ജ്ഞാന തപസ്സാവില്ല. ആന്തരികമായി ആത്മഗുണങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് തപസ്. അതിൽ ആദ്യത്തെ ഗുണമാണ് ഒന്നും കംപ്ലൈന്റ് പറയാതിരിക്കുക. ഭഗവാനോടും അല്ല ആരോടും കംപ്ലൈന്റ് പറയാതിരിക്കുക. എന്തൊക്കെ തന്നെ വരട്ടെ, നോക്കാലോ, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ എന്നാണ്. രമണ മഹർഷി അരുണാചല ശിവനെ കുറിച്ച് ഒരു പതികം പാടി. ആ പതികത്തില് തമിഴിലാണ്, അതിസുന്ദരമായ തമിഴില് മഹർഷി പറഞ്ഞു, ഞാൻ അങ്ങയുടെയാണ്, അങ്ങ് എന്നെ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ എന്നാണ്. അണ്ണാമലയായി അടിയേனை ஆண்ட அன்றே ஆவியுடல் கொண்டாய் எனக்கோர் குறையுண்டோ குறையும் குணமும் நீயல்லால் எண்ணேன் இவற்றை என் உயிரே எண்ணம் எதுவோ அது செய்வாய் கண்ணே உந்தன் கழலினையில் காதல் பெருக்கே தருவாயே. എണ്ണം എതുവോ അത് ചെയ്വായ്. എന്നെ വെച്ചുകൊണ്ട് അങ്ങ് എപ്പോ എന്നെ പിടിച്ചെടുത്തുവോ അപ്പൊ എന്റെ ശരീരവും മനസ്സും ഒക്കെ അങ്ങയുടെയാണ്. എന്നെ വെച്ചുകൊണ്ട് എന്ത് വേണമെങ്കിൽ ചെയ്തുകൊള്ളൂ. കുറയൊന്നുമില്ലേ, എനിക്ക് യാതൊരു കുറവുമില്ല എന്നാണ്. കുറവൊന്നുമില്ല എന്ന് മഹർഷി പറയണത് നമ്മളെ പോലെ ടൊയോട്ട കാറിലോ എന്താ വളരെ വിലപിടിച്ച കാറിലും വലിയ വലിയ ബംഗ്ലാവും കോടിക്കണക്കിന് സ്വത്തും ഒക്കെ വെച്ചുകൊണ്ടല്ല കുറയില്ല എന്ന് പറയണത്. മഹർഷിക്ക് ഉടുക്കാനില്ലാത്ത സമയത്താണ് ഈ പാട്ട് എഴുതിയത്. വിരൂപാക്ഷ ഗുഹയിൽ മലയുടെ മേലെ ഇരിക്കുമ്പോ കൗപീനം കീറിപ്പോയപ്പോ കൗപീനത്തിനെ തെക്കാനായിട്ട് നൂലില്ല. ആ കൗപീനത്തിൽ നിന്ന് തന്നെ നൂല് പിഴുത്തെടുത്തിട്ട് കാട്ടിലെ ഒരു മുള്ള് സൂചിയാക്കി ഉപയോഗിച്ച് അതുകൊണ്ട് തെച്ച് ഉടുത്തു അത്രേ. എന്നിട്ടാണ് പറയണത് എനിക്ക് കുറയൊന്നുമില്ല എന്നാണ്, ഞാൻ സമൃദ്ധമായിട്ടിരിക്കുന്നു. ഒരു തോർത്തമുണ്ട്, അത് മുഴുവൻ ദ്വാരമാണ്. അത് തുടച്ച് ഒരിടത്ത് ഒളിച്ചു വെക്കും, ആരും കാണാതിരിക്കാൻ. കാണിച്ചാൽ ആരെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊണ്ട് കൊടുത്തു കളയും, അത് പേടിച്ചിട്ട്. അപരിഗ്രഹധർമ്മം. ആ സ്ഥിതിയിലാണ് പറയുന്നത് കുറയൊന്നുമില്ല എന്നാണ്. മഹർഷിയെ കളിയാക്കിക്കൊണ്ട് ആടുമേക്കണ ഒരു ചെക്കൻ പറഞ്ഞു, സ്വാമി നിങ്ങളുടെ തോർത്ത് ഗംഭീരം, ഗവർണർ കാണാൻ വരുന്നുണ്ടെന്നോ, കൊടുക്കുമോ? ഞാൻ തരില്ല. അത്രയും അപരിഗ്രഹസ്ഥിതിയിലിരിക്കുമ്പോ ഭിക്ഷയ്ക്ക് കിട്ടിയത് കയ്യിൽ വെച്ചുകൊണ്ട് തിന്നുന്ന ആളാണ് പറയണത് ഒരു കുറയുമില്ല, സമൃദ്ധം. കുചേലൻ ഭഗവാനോട് പറയുന്നു, കുചേലനൊന്നും വിഷമിച്ചില്ല. കൃഷ്ണസ്യാസീത് സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമഃ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ. അത്രയും വിഷമങ്ങൾക്ക് നടുവിൽ ശാന്തി സമൃദ്ധമൃതം, സമൃദ്ധമായ ശാന്തിയാണെന്നാണ്. കൃഷ്ണനോട് ചെന്ന് ചോദിക്കണില്ല, ഒന്നും ചോദിച്ചില്ല. ഭഗവാനാണ് ചുവട്ടിൽ ഇറങ്ങി വന്നത്. തിരിക്ഷ, തന്റെ ദാരിദ്ര്യത്തിനെ സഹിക്കുകയാണ്. ഭഗവാന്റെ മുമ്പിൽ ചെന്ന് ചോദിച്ചില്ലല്ലോ. നിരപേക്ഷനാണ്, ഒരു ചോദ്യവുമില്ല. കൃഷ്ണനാണ് വികാരപ്പെട്ടത്, സുദാമാവ് വികാരപ്പെട്ടില്ല. സുദാമാവിനെ കണ്ട് കൃഷ്ണൻ ഓടി വന്ന് ആലിംഗനം ചെയ്തപ്പോ കൃഷ്ണൻ കോരിത്തരിച്ചുപോയി. കൃഷ്ണന് വികാരമുണ്ടായി. സഖ്യുഹു പ്രിയസ്യ വിപ്രർഷേഹേ അംഗസംഗ അതിനിർവൃത പ്രീതോ വ്യമുഞ്ചത് അബിന്ദു നേത്രാഭ്യാം പുഷ്കരേക്ഷണ. ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ,
ഒരിക്കലും കണ്ണീര് വിടാത്ത കണ്ണൻ കുചേലനെ സുദാമാവിന്റെ അംഗം സ്പർശിച്ചപ്പോ ഈ സുദാമാവ് ആരാണ് എന്നാണ് പറയണത്? ശുഖബ്രഹ്മ മഹർഷിയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്, വേറെ ആരുമല്ല. സഖ്യുഹു പ്രിയസ്യ വിപ്രർഷേഹേ അംഗസംഗ അതിനിർവൃത്ത. അദ്ദേഹം സഖാവാണ്, കൃഷ്ണന്റെ സഖാവാണ്. ആട്ടെ, പിന്നെ പ്രിയസ്യ, കൃഷ്ണന്റെ പ്രിയനാണ്. പ്രിയൻ എന്ന് വെച്ചാൽ എന്തർത്ഥം? ഗീതയിലെ 12-ാം അധ്യായം നോക്കണം, അപ്പൊ അറിയാം പ്രിയൻ ആരാണെന്ന്. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധി യോ മദ്ഭക്ത സമേ പ്രിയ എന്ന് ഭഗവാൻ സീൽ വെച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിലാണ് പ്രിയൻ. ആ ലക്ഷണങ്ങളൊക്കെ ഉള്ള ആള്. വിപ്രഋഷേഹേ, ബ്രഹ്മഋഷിയാണ്. ആ ബ്രഹ്മഋഷിയുടെ അംഗം തൊട്ടപ്പോ കൃഷ്ണൻ വികാരഭരിതനായി കോരിത്തെരിച്ചു, രോമാഞ്ചം ഉണ്ടായി. അംഗസംഗ അതിനിർവൃത്ത പ്രീതോ വ്യമുഞ്ചത് അബിന്ദൂൻ നേത്രാഭ്യാം പുഷ്കരേക്ഷണ. കണ്ണീര് വിട്ടു കൃഷ്ണൻ. സുദാമാവിനെ സിംഹാസനത്തിലിരുത്തി കാല് കഴുകി, തന്റെ ശിരസിൽ പ്രോക്ഷണം ചെയ്തു. കാരണം എന്താ? തിതിക്ഷ. അത്രയും ദാരിദ്ര്യം, ഉണ്ണാനില്ല, ഉടുക്കാനില്ല. ക്ഷുക്ഷാമ, ഭാര്യ വയറ് വിശപ്പ് കൊണ്ട് ഒട്ടിപ്പോയിരിക്കുന്നു. ആ സ്ഥിതിയിൽ പോലും അദ്ദേഹം ചോദിക്കാൻ പുറപ്പെട്ടില്ല. ഭഗവാന്റെ അടുത്ത് ചെന്ന് തരൂ ദേഹി എന്നൊരു ചോദ്യമില്ല. നമ്മളുടെ സംസ്കൃത ശ്ലോകമൊക്കെ ഇപ്പൊ ശർമ്മ മാഷ് പറഞ്ഞു, ശങ്കരാചാര്യരുടെ ശ്ലോകം വേറെ, മറ്റുള്ളവർ എഴുതിയ ശ്ലോകം വേറെ. സംസ്കൃതത്തിൽ ശ്ലോകം എഴുതുന്നത് വളരെ എളുപ്പമാണ്. പാട്ട് ശ്ലോകമൊന്നും എഴുതാൻ ബുദ്ധിമുട്ടേ ഇല്ല. ഇത്തിരി രാമ കൃഷ്ണ ശിവ മഹാദേവ എന്തെങ്കിലും വാക്ക് വേണം. ഇത്തിരി പാഹിമാമും പാലയമാമും ദേഹിയും ഉണ്ടെങ്കിൽ കഴിഞ്ഞു. ഇതാണ് ഇപ്പൊ അധികം പാട്ടുകളും. പേരിന് സംസ്കൃതമാണ് ഉള്ളത്. ഇത്തിരി പാഹിമാം പാലയമാം ദേഹി കഴിഞ്ഞു. ആ ദേഹിയേ ഇല്ല. ആര് ദേഹി? നമ്മൾ ഈ ദേഹി 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 ചോദിച്ചിട്ടാണ് പിന്നെയും ദേഹികളായിക്കൊണ്ടിരിക്കുന്നത്. ദേഹം പോണേയില്ല. വീണ്ടും വീണ്ടും ദേഹത്തിൽ വന്ന് വീഴുകയും ദേഹികളാവുകയും ചെയ്യണത് അതുകൊണ്ടാണ്. ഈ ദേഹി അങ്ങോട്ട് നിർത്തുക എന്നാണ്. ചോദിക്കണില്ല, യാചനമില്ല. ഭഗവാൻ പറഞ്ഞു, ഞാൻ പുറകെ നടക്കും എന്നാണ്. നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമി അഹം നിത്യം പൂയേയേതി അംഘ്രിരേണുപി. അയാളുടെ പുറകെ നടക്കും. ആര് ചോദിക്കണില്ലയോ അവന്റെ പുറകെ. എന്തിനാന്ന് വെച്ചാൽ അവന്റെ പാദം കൊണ്ട് പവിത്രമായ മണ്ണിനെ തൊട്ട് എന്നെ ഇത്തിരി ശുദ്ധമാക്കാനായിട്ടാണ്. ഗുരുവായൂരപ്പൻ തന്നെ പറയാ. അപ്പൊ തിതിക്ഷ, എന്തൊക്കെ ദുഃഖം വരട്ടെ, എന്തൊക്കെ വിഷമം വരട്ടെ, എത്ര വിഷമുണ്ടായാലും സഹിച്ചുകൊള്ളുക. സഹനം സർവദുഃഖാനാം ഭൂതൈരാക്രമ്യമാണോപി. അത് ഭൂമിയിൽ നിന്ന് പഠിച്ചു. വെള്ളത്തിൽ നിന്ന് പഠിച്ചത് മാധുര്യം. വെള്ളത്തിനാണ് മാധുര്യം. നമ്മൾ വിചാരിക്കുന്നത് വെള്ളത്തിനാണ് മാധുര്യം എന്നാണ്. വെള്ളത്തിനല്ല, വെള്ളത്തിനാണ്. വെള്ളം കരിമ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് വെള്ളമായിട്ട് മാറുന്നത്. വെള്ളത്തിന്റെ മാധുര്യം അറിയണമെങ്കിൽ നല്ല വെയിലത്ത് നടന്ന് ദാഹിച്ചു കഴിഞ്ഞ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അപ്പം അറിയാം. നമ്മൾ ഈ വേണ്ടാത്തൊക്കെ കുടിക്കുന്നത് കൊണ്ട് ഇപ്പം നമുക്കതൊന്നും അറിയണില്ല. വെള്ളം ദാഹിച്ചു കുടിച്ചാൽ മാധുര്യം അറിയാം. വെള്ളത്തിനെ പോലെ മുനിയും മാധുര്യമുള്ളവനും പവിത്രീകരിക്കുന്നവനും എല്ലാത്തിനെയും ശുദ്ധം ചെയ്യുന്നവനുമായിരിക്കണമെന്ന് വെള്ളത്തിൽ നിന്ന് പഠിച്ചു. വായുവിൽ നിന്ന് പഠിച്ചു. വായു എവിടെ പോയാലും ഒന്നിനോടും പറ്റുന്നില്ല. സുഗന്ധം ദുർഗന്ധം ഒക്കെ ഉണ്ടാവും. അതൊക്കെ കുറെ പേറി നടക്കും, അതവിടെ വിട്ടിട്ട് പോകും. അതുപോലെ മുനിയും സർവത്ര സഞ്ചരിച്ചാലും ഒന്നും അദ്ദേഹത്തിന് ബാധിക്കില്ല. കണ്ണാടിയുടെ മുമ്പിൽ നിന്നാൽ ക്ലിയറായി കണ്ണാടി പ്രതിഫലിക്കും. അങ്ങോട്ട് പോയാൽ ആരാ നിന്നതെന്ന് ചോദിച്ചാൽ കണ്ണാടിക്ക് അറിയില്ല. അതുപോലെ ലോകത്തിൽ എന്തൊക്കെ തന്നെ സംഭവങ്ങൾ തൻ്റെ മുമ്പിൽ നടന്നാലും നടക്കണ വരെയേ അത് മുമ്പിലുള്ളൂ. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇത് വായുവിൽ നിന്നും പഠിച്ചു. അഗ്നി, ജഠരാഗ്നിയെക്കുറിച്ച് പറഞ്ഞു. ജഠരേ അഗ്നിസ്തിഷ്ഠതു എന്ന് പറഞ്ഞു. ജഠരത്തിലുള്ള അഗ്നി കഴിക്കുന്നതിനെയൊക്കെ ദഹിപ്പിക്കും. അഗ്നിയിൽ എത്ര നെയ്യ് ഒഴിച്ചാലും അതൊക്കെ അഗ്നി സ്വീകരിച്ചു കൊള്ളും. അതുപോലെ ഉള്ളിൽ ജ്ഞാനമാവുന്ന അഗ്നി ഉണരണം. വേദത്തിലെ ആദ്യത്തെ സൂക്തം തന്നെ അഗ്നി സൂക്തമാണ്. ആ അഗ്നി എന്ന് പറയുന്നത് ബാഹ്യാഗ്നിയല്ല, ആന്തരികമായി ജ്ഞാനമായ അഗ്നിയാണ്. അഗ്നി പൂർവേഭിർ ഋഷിഭിരീഡ്യോ നൂതനൈരുത എന്ന് പറയുമ്പോൾ ആ അഗ്നി പൂർവ ഋഷികൾക്കും വന്ധ്യനും ആധുനികന്മാർക്കും വന്ധ്യനും ജ്ഞാന അനുഭവം ഉണ്ടാകുമ്പോൾ പോഷമേവ ദിവേ ദിവേ, ദിവസം തെളിഞ്ഞു പ്രകാശിക്കുന്ന അഗ്നി ഉണ്ടാവണമെന്ന് ബാഹ്യ അഗ്നിയിൽ നിന്നും അത് പഠിച്ചു. ഭക്ഷണങ്ങളെയൊക്കെ ദഹിപ്പിക്കുന്ന പ്രാണവായുവിനെയും നിയന്ത്രിക്കണം. ഭക്ഷണങ്ങളൊക്കെ ആവശ്യത്തിനേ കഴിക്കാൻ പാടുള്ളൂ എന്നും പഠിച്ചു. പിന്നീട് ആകാശം എന്തൊക്കെയായി? മണ്ണ്, ജലം, അഗ്നി, വായു, ആകാശം.
ഓരോന്നും സൂക്ഷ്മ ഭൂതങ്ങളാണ്.